ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയർപോർട്ട് ലോഞ്ച് എസ്എസ്സിനെ പറ്റി പറയാനാണ് കേട്ടോ. ഇത് കൊച്ചിൻ എയർപോർട്ടിൽ എർത്ത് ലോഞ്ചാണ്. ലാസ്റ്റ് ടൈം ഞാൻ അവിടേക്ക് എനിക്കിത് എസ്എസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ കയ്യിൽ കാനറ ബാങ്കിൻ്റെ റുപ്പേ കാർഡ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എനിക്ക് ലോഞ്ച് എസ്എസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞത് അതെല്ലാം ക്യാൻസൽ ചെയ്തു. എയർപോർട്ട് ലോഞ്ച് എസ്എസ് ചെയ്യാൻ പറ്റുന്ന കാർഡുകളെല്ലാം ക്യാൻസൽ ചെയ്തു എക്സെപ്റ്റ് വൺ കാർഡ്. അതൊരു അഡ്വാൻസ്ഡ് കാർഡായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കാർഡ് മാത്രമേ നമുക്കിപ്പോൾ ലോഞ്ച് എസ്എസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കാർഡുകളൊക്കെ സറണ്ടർ ചെയ്തു. കാരണം ഇയർലി ഇത് വരുമല്ലോ, ഫീസ് വരുമല്ലോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കാർഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ എൻ്റർ ആയത് അമേരിക്കൻ എക്സ്പ്രസ്സിൻ്റെ പ്രീമിയം പാസ് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കും സുധിനും എൻ്റർ ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മക്കൾക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എർത്ത് തൊട്ട് അപ്പുറത്തുള്ള ഫുഡ് കോർട്ടിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അവരെന്നെ അവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ ഉള്ളിൽ കടന്നത്. ഉള്ളിൽ കടന്നതിന് ശേഷം പീക്കുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പീക്കുനും കയറാൻ പറ്റുമായിരുന്നു തോന്നുന്നു. അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് അവൻ അവിടെ പുറത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ബുഫേ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് നമ്മുടെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഫുഡുമായിരുന്നു, ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും സൂപ്പറായിരുന്നു. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഡിറ്റോക്സ് വാട്ടർ കാണാൻ പറ്റും കേട്ടോ. ഈ കുക്കുംബർ, ടൊമാറ്റോ അതൊക്കെ ഇട്ടിട്ട് ഒരു ഡിറ്റോക്സ് വാട്ടർ, അത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ടീ, കോഫി, ഫ്രഷ് ജ്യൂസസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും. ഇത് കൂടാതെ ഒരു ഏരിയയിൽ ലിക്കർ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളെപ്പോലെ രാവിലെ തന്നെ ആരതിപ്പോൾ കഴിക്കുക, ടീ കോഫി അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്. പക്ഷേ അല്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ വൈനും ലിക്കറൊക്കെ രാവിലെ തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് പെട്ടതാട്ടോ. ഇതൊന്നും സെപ്പറേറ്റ് അല്ല, ഇതൊക്കെ ഇതിനകത്ത് പെട്ടതാണ്. പിന്നെ ഒരു അതർ തിങ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ദോശ കൗണ്ടർ ഉണ്ട്. മസാല ദോശ ഏത് ദോശ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഉണ്ടാക്കി തരും. അതും നല്ല സൂപ്പർ ദോശ. റെസ്റ്റോറൻറ്റ്സിൽ പോലും കിട്ടില്ല ഇതുപോലെ. അവിടുത്തെ ആ ഒരു ഷെഫ് എത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റ് ഡിലേ ആവുന്നവർക്കും കുറച്ച് അധികം ടൈമുള്ളവർക്കും ഒക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡും കഴിക്കാൻ പറ്റും, നല്ല റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കാനും പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ടൈമായിട്ടോ, ഫ്ലൈറ്റിന് ടൈമായി. പിന്നെ അടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഗേറ്റ് നമ്പർ 2 തന്നെ ആയതുകൊണ്ട് ഒരുപാട് നടക്കേണ്ടിയൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്